ഹലോ, മായസുതിയാണ് ദമാമിന്ന്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നേഴ്സസിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഡിപ്പെൻഡൻറ്റ് വിസയെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ. ഡിപ്പെൻഡൻറ്റ് വിസയെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ട്. എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയേയില്ല കേട്ടോ. കാരണം ഞാൻ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിസ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ടായിരുന്നു. സോ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു വിസേൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല എന്നുള്ളത്. നമ്മുടെ വീഡിയോ നമ്മൾ ഒരു പ്രാവശ്യം, അതായത് 2021 ഡിപ്പെൻഡൻറ്റ് വിസയെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തു. ഈ നമ്മുടെ UN ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ ഷെയർ ചെയ്തിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മളെല്ലാ ഡീറ്റെയിൽസും, അത് അന്നത്തെ ആ ഒരു രീതിയിലുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. ഇപ്പം നമുക്ക് കുറേ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ വന്നില്ല. അത് പേപ്പർ വർക്ക്സിലും അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും സെയിം ആണ്. ഇനി ഞാൻ പറയാം എന്താണ് ഡിപ്പെൻഡൻറ്റ് വിസ. സൗദി അറേബ്യയിൽ MOH വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഫാമിലി വിസ കിട്ടുന്നതാണ്. അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഫാമിലി വിസ എന്നും പറയും, ഡിപ്പെൻഡൻറ്റ് വിസ എന്നും പറയും. ഇനി നമുക്ക് നോക്കാം ഇതിൽ ആരെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഇനി ഹസ്ബൻഡാണ് MOH വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വൈഫിനെ കൊണ്ടുവരാം, വൈഫാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുവരാം, പിന്നെ കുട്ടികളെയും കൊണ്ടുവരാം. ഇനി അമ്മയും അച്ഛനെയും അല്ലെങ്കിൽ അതർ റിലേറ്റീവ്സിനെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വിസിറ്റിങ്ങിലേ പറ്റുള്ളൂ കേട്ടോ. ഈ ഫാമിലി വിസേൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പല ആൾക്കാരും പറയാറുണ്ട് നമുക്ക് ഫാമിലി വിസ ഒന്നും കിട്ടത്തില്ലെന്ന്. ആ കിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രോബ്ലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു ഫാമിലി വിസ അവർ അലൗഡ് ചെയ്യാത്തതെന്ന്. ഫാമിലി വിസ അലൗഡ് ചെയ്യാത്ത രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ അവരുടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന വേറൊരു വിസയിലുള്ള ആൾക്കാരായിരിക്കണം. അപ്പം അതാണ് ഫസ്റ്റ് കിട്ടാത്ത. പിന്നെ അങ്ങനെ വർക്ക് ചെയ്ത ആൾക്കാരുടെ ആ കമ്പനി, അതായത് വേറെ ഒരു കമ്പനിയിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കമ്പനി NOC തരാത്ത ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഈ രണ്ട് സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ബാക്കി എല്ലാ സിറ്റുവേഷനിലും നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വേറെ ഒരു വിസയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ നമ്മളുടെ അണ്ടറിൽ, അതായത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് ആക്കാനായിട്ട് സാധിക്കത്തില്ല. അവർ നമുക്ക് ചിലപ്പോൾ ആ ഒരു വിസ നമുക്ക് അലൗഡ് ചെയ്യത്തില്ല. ചെയ്യും, അതെപ്പോഴാണെന്നറിയോ? നമ്മുടെ ഹസ്ബൻഡിൻ്റെ വർക്ക് വിസ ഏത് കമ്പനിയിൽ നിന്നാണുള്ളത് ആ കമ്പനിയിൽ നിന്ന് NOC വാങ്ങിച്ചിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അറിയാലോ, എല്ലാ കമ്പനീസൊന്നും NOC കൊടുക്കാറില്ല. കാരണം പ്രത്യേകിച്ചും അവർ കുട്ടികൾ ഹസ്ബൻഡ് അണ്ടറിൽ വരുമ്പോഴത്തേക്കും, ആ വിസയുടെ അണ്ടർ വരുമ്പോഴത്തേക്കും അവർക്ക് ലെവി കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഇതുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ അങ്ങനെ കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യമാണ്. സോ നമ്മൾ കിട്ടത്തില്ലെന്ന് പറയുന്നില്ല. ചിലർക്ക് കിട്ടുന്നുണ്ട്, വിസ കിട്ടിയവരുണ്ട്, കിട്ടാത്തവരെയും നമുക്കറിയാം, കിട്ടിയവരെയും നമുക്കറിയാം കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്കത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അത് ആരും പറയുന്നത് കേട്ടിട്ട് ട്രൈ ചെയ്യാതിരിക്കേണ്ട. ഓക്കെ, ഇനിയും ഡിപ്പെൻഡൻറ്റ് വിസ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയാം, നമ്മൾ നേരെ HR പോവുക. HR പോയിട്ട് നമുക്ക് അവിടെ നിന്ന് 2 ഒഫീഷ്യൽ പേപ്പർ ഉണ്ട്. ആ പേപ്പറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വിസ എടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു മറിഞ്ഞും നമുക്കതെങ്ങനെ അഫോർഡായിട്ട് ട്രാൻസ്ലേഷൻ ആണെങ്കിലും അറ്റസ്റ്റേഷൻ ആണെങ്കിലും എല്ലാം ചെയ്യാമെന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ പേപ്പർ വർക്ക് ഞാൻ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ടും സാധിക്കും കേട്ടോ. അതായത് കുറഞ്ഞ റേറ്റിൽ ഇതെല്ലാം ചെയ്തു തരുന്ന ആൾക്കാരെ. അപ്പം ഈ നമ്പറിൽ താഴെ കൊടുത്തേക്ക് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാനത് പറഞ്ഞു തരുമ്പോൾ ഇനി എടുക്കുന്നവർക്ക് അതൊരു ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാമേ. പലർക്കും ഉള്ള ഡൗട്ടാണ് ഡിപ്പെൻഡൻറ്റ് വിസ വരുന്ന ഹസ്ബൻഡിനോ വൈഫിനോ ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. അവരുടെ ഇക്കാമ നമ്മളാണ് അവരുടെ സ്പോൺസർ. സോ നമ്മുടെ ഇക്കാമ എങ്ങനെ പോകുന്നോ അതിനനുസരിച്ചായിരിക്കും അവരുടെ ഇക്കാമയും പോകുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ല. അവർക്ക് വേറെ വർക്കിനൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. ഇനിയും അവർക്ക് വേറെ വർക്ക് വിസയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കും കേട്ടോ. പക്ഷെ അത് എത്രത്തോളം ആപ്ലിക്കേബിൾ ആകും നിങ്ങളുടെ സ്വയം റിസ്കിൽ തന്നെ മാറാനായിട്ട് പറ്റുക. കാരണം എന്താ വെച്ചാൽ അവർ വേറെ വിസയിലേക്ക് മാറിക്കഴിയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ അവരുടെ അണ്ടറിലേക്കായി മാറും. സോ അങ്ങനെ വരുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങളുടെ റിസ്കിൽ തന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്യുക. പിന്നെ പേപ്പർ വർക്ക്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും പല ക്ലസ്റ്ററിലും പല രീതിയിലുള്ള പേപ്പർ വർക്ക്സ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ റിയാദിലെ പോലുള്ളതായിരിക്കത്തില്ല നമ്മുടെ ദമാമിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യാസം. എന്നാൽ പേപ്പർ ഫോർമാറ്റും കാര്യങ്ങളെല്ലാം ഒരേപോലൊക്കെ ആയിരിക്കും. പക്ഷേ അവർക്ക് ചിലർക്ക് ടൈപ്പ് ചെയ്തത് വേണം, ചിലർക്ക് എഴുതിയത് മതി. അങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലൊന്ന് ചോദിച്ചാൽ മതി. നമ്മളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോസസ്സിങ് ചെയ്യാനായിട്ട് പറ്റുക.